പ്രിയമുള്ളവരെ, ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗ്ലോബൽ മീഡിയ ഞങ്ങളുടെ നാടിൻ്റെ കണ്ണിലുണ്ണിയായ പ്രസാദ് സാറിൻ്റെ കെയർ ഓഫിൽ നടത്തുന്നതാണ്. ഇന്നിവിടെ എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാൻ എത്തിയിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ ഗ്ലോബൽ മീഡിയയ്ക്കും പ്രസാദ് സാറിനും എൻ്റെ സ്നേഹവന്ദനം. വനിതാ ദിനത്തെക്കുറിച്ച് ഒരു 2 വാക്ക്. വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ അല്പം വണങ്ങുന്ന ഒരു വനിതയാണ് എനിക്കിഷ്ടം. സ്ത്രീ പുരുഷ പൂരകങ്ങളാണ് ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പരസ്പര ധാരണ, അല്ലാതെ അവിടെ സ്ത്രീ മേധാവിത്വം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമത്വം ഉണ്ടാകണം. വനിതകൾക്ക് ഏത് മേഖലകളിലും പ്രവർത്തിക്കാം. അതിന് യാതൊരു മാറ്റവുമില്ല. അത് വേണം. ഏത് തലത്തിലും അവരുടെ കയ്യൊപ്പ് ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. വനിതകൾക്ക് എന്താണ് പറ്റാത്തത്? പല മഹത് വ്യക്തിത്വങ്ങളും പഴയ കാലം മുതൽ ഭരണകർത്താക്കൾ വരെ വനിതകൾ നല്ല രീതിയിൽ നമുക്ക് രാജ്യം പോലും ഭരിക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ കുടുംബശ്രീ, വനിതകൾക്ക് വേണ്ട എല്ലാ സംരംഭങ്ങളും, പ്രായമുള്ള അമ്മമാർക്ക് വേണ്ട സംരംഭങ്ങൾ ഒരുക്കി അവരുടെ മനസ്സ് റിലാക്സ് ചെയ്യാനുള്ള സംരംഭങ്ങൾ ഇതെല്ലാം വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടും ഈ വനിതാ ദിനത്തിൽ വനിതകൾക്ക് വേണ്ടി എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം കുടശനാട് കനകം. മലയാളം കൂടാതെ ചേച്ചി തമിഴ് സിനിമയിൽ സജീവമായിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി നല്ല അഭിപ്രായം കേരളത്തിൽ മൊത്തം മുഴങ്ങിക്കിട്ടു. തമിഴ്നാട്ടിലും അത് തന്നെ ചേച്ചി സജീവമാകുന്നു. ആ വിശേഷങ്ങൾ ചേച്ചി ഒന്ന് പങ്കിടാമോ പ്രേക്ഷകരുമായി, ഗ്ലോബൽ മീഡിയ പ്രേക്ഷകരുമായി? തമിഴ്നാട്ടിൽ ഈ പടം ചെയ്യുമ്പോൾ ഇവർ ജയജയഹയിലെ അമ്മയെ തേടി അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രസന്ന നമ്മുടെ നാട്ടിലെത്തുകയും കുടശനാട് എൻ്റെ അയൽപ്പക്കത്ത് എത്തുന്നത്. അന്ന് എനിക്ക് വീടില്ലായിരുന്നു. ഞാൻ നമ്മുടെ മുരളി സാറിൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു. അവരവിടെ വന്ന് എന്നെ കണ്ടപ്പോഴേ അവരുടെ ക്യാരക്ടറിന് അമ്മാവ് കറക്റ്റാണെന്ന് പറഞ്ഞു കൊണ്ടുപോയി. എനിക്ക് ഈസി ആയിട്ട് എൻ്റെ ജയജയഹയിലൂടെയാണ് എനിക്കിവിടം വരെ എത്താൻ കഴിഞ്ഞത്. ആ ടീമിനോടും എൻ്റെ ജയജയഹേ പടത്തിനോടും ദൈവികമായ ഒരു മനസ്സാണ് എനിക്കുള്ളത്. ആ ടീമിനോട് പ്രത്യേക കടപ്പാടാണുള്ളത്. അതുകൊണ്ടാണ് എനിക്കിവിടം വരെ എത്താൻ കഴിഞ്ഞത്. നല്ല അഭിപ്രായമാണ്. ഇവിടെ ജയജയഹേ എങ്ങനെ എല്ലാവരും എന്നെ സ്വീകരിച്ചോ അതുപോലെ അതിനകത്തെ ശുഭലക്ഷ്മി എന്ന അമ്മ കഥാപാത്രം നല്ല പ്രശസ്തരായ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഏവർക്കും, നാട്ടുകാർക്കും അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അമ്മ കഥാപാത്രം. അതുപോലെ ഞങ്ങളുടെ പടം കുടുംബസ്ഥൻ അതിമനോഹരമായിട്ട് ഇപ്പോഴും പുരോഗമനത്തോടെ ഓടിക്കൊണ്ടിരിക്കുവാണ് തിയേറ്ററിൽ. അടുത്ത പടം എന്നെ വിളി വന്നിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ 15-ാം തീയതി പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഇവിടെ നമ്മുടെ ഒരു ചാനലിൽ ഇന്ത്യൻ എക്സ്പ്രസ് കേരള വിഷൻ അങ്ങനെ എന്തോ ഒരു ചാനലിൽ ഈ കുടുംബസ്ഥം വന്നിട്ടുണ്ട്. OTT വന്നിട്ടുണ്ട്. എല്ലാവരും കാണണം. തന്നെയുമല്ല, ഇവിടൊക്കെ വന്നപ്പോൾ അതിന് സമയം തിയേറ്ററുകൾ അവർക്ക് കിട്ടാതെ വന്നു. ഞാൻ ഈ ജനതയിലൊക്കെ നമ്മളെ ആരെ കൊണ്ടെല്ലാം റെക്കമെൻഡ് ചെയ്യിച്ചു. ഒരു അവസരം പത്തനംതിട്ട ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ലൂലുവിലൊക്കെ കണ്ടിട്ട് ഡയറക്ടേഴ്സ്, എൻ്റെ കൊണ്ടൽ സിനിമയുടെ ഡയറക്ടർ എന്നെ വിളിച്ചു. എന്നാ ഒരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചേക്കുന്നത്. എനിക്ക് ഒത്തിരി അഭിനന്ദനങ്ങൾ കിട്ടി. അപ്പം തമിഴിലും നമുക്ക് വേഷം ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ജഗദീശ്വരൻ എന്നെക്കൊണ്ട് തെളിയിപ്പിച്ചിരിക്കുകയാണ്. ഉപജീവന മാർഗമായ എൻ്റെ കല ഇവിടം വരെ എത്തിയത് എൻ്റെ ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ്. അതാണ് എൻ്റെ അവാർഡ്. ചേച്ചിയുടെ ആ തമിഴിലെ കഥാപാത്രത്തെ കുറിച്ച് അത്യാവശ്യം സസ്പെൻസുകളൊന്നും പറയണ്ട, എങ്കിലും പടം ഇറങ്ങിക്കഴിഞ്ഞില്ല എങ്കിലും എന്നത്തെ പേച്ചറ ലീസ് കൂട്ടി 2 മാസമായി. 1 രൂപ കൊടുക്കലേ. കടയെ പൂട്ടി സാവിയെ കൊടുക്കറാൻ പൊന്നുസ്വാമി. ഏറ്റத்துக்கு எருமை மேய்க்கா நீமை உங்கூட சேர்ந்து நானும் சீரழிய முடியாது. എപ്പോഴാ കോസാമത്തെങ്കര എനിക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും. പിന്നെ ഡബ് ചെയ്തത് ഞാനല്ല. കാരണം നമ്മുടെ സ്ലാങ് നമ്മുടെ ലാംഗ്വേജ് അല്ല. ചിലപ്പോൾ മുക്കലും മൂളലും വളവും അതിനൊരു പ്രത്യേക സ്ലാങ് ഉണ്ട്. അത് ചിലപ്പോ ഒരു പാളിച്ച സംഭവിച്ചാലോ അത് എനിക്കറിയില്ല. അവര് ചെയ്യിപ്പിച്ചില്ല. ചെയ്യിപ്പിക്കാനല്ല, അവർക്ക് ആപ്റ്റായിട്ട് തോന്നിയ ഒരു ഹൊറർ
ഒരു സൗണ്ടാണ് അതിന് കൊടുത്തേക്കുന്നത്. നല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും മലയാളത്തിൽ തിളങ്ങിയ പോലെ തമിഴിലും തിളങ്ങട്ടെ. അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവര് ഞാൻ ആദ്യമായി പ്ലെയിൻ കയറുന്നത് കുടുംബസ്ഥൻ എന്ന സിനിമയിലൂടെ ഷിബിൻ ഇവിടെ നിന്ന് എന്നെ കോർഡിനേറ്റ് ചെയ്ത് എൻ്റെ നമ്പർ കൊടുത്ത ഷിബിൻ മോൻ വന്ന് എന്നെ ഇവിടുന്ന് നെടുമ്പാശ്ശേരിയിലെ ഈ അരുണിൻ്റെ കാറിൽ കൊണ്ടുപോയി അവിടുന്ന് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി അവിടെ കാണാൻ ആഗ്രഹിച്ചെന്നുള്ള ഒരു ഫംഗ്ഷന് ഞങ്ങൾ കൂടി. ഇനി ഭയങ്കര സ്വീകരണമായിരുന്നു, ഭയങ്കര സ്വീകരണം. ജഗദീശനോടും ആ ടീമിനോടും ഞാൻ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും തമിഴ് രംഗത്തും തമിഴ് സിനിമയിലും സൂപ്പർ സ്റ്റാറുകളോടൊപ്പം ഒക്കെ നല്ല വേഷങ്ങൾ ചെയ്യാൻ ചേച്ചിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഗ്ലോബൽ മീഡിയയും പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മുടെ നേരത്തെ ചേച്ചിയുടെ മലയാള സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കിട്ടിരുന്നു. അപ്പോൾ തമിഴ് സിനിമ ശ്രദ്ധേയമായിരുന്നു. അടുത്ത സമയത്ത് വളരെ തിരക്കിലായിരുന്നു ചേച്ചി എന്നുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ ഗ്ലോബൽ മീഡിയയുടെ പ്രേക്ഷകരിൽ എത്തിക്കും. എന്നെ ഞാനാക്കിയ എൻ്റെ കേരളീയരോട് എനിക്കൊന്നും പറയാനില്ല. ഓൾ വേൾഡിൽ നിന്നും എനിക്കിപ്പോഴും ആ ജയഹേലെ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 3 വയസ്സിൽ കലാരംഗത്തേക്ക് പുറപ്പെട്ട എനിക്ക് കാല് കുത്തി എനിക്കിപ്പോഴും ഞാൻ ഒന്നേന്ന് പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ സിനി ഫീൽഡിൽ. എങ്കിലും ഫ്ലോറിഡയിൽ നടന്ന ഫ്ലോ ഫിലിം ഫെസ്റ്റിവൽ മാർക്കറ്റിങ്ങിൽ ലക്ഷ്മി പുഷ്പ സംവിധാനം ചെയ്ത ജാമി എന്ന മൂവിക്ക് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയ സന്തോഷ വാർത്ത നിങ്ങളേവരെയും ഞാൻ അറിയിക്കുകയാണ്. ഫ്ലോറിഡയിലാണ് ഇന്ത്യക്ക് പുറത്ത് എൻ്റെ എപ്പോഴും എനിക്ക് യാതൊരു അഹങ്കാരവും ഇല്ലാത്ത ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഞാൻ. എൻ്റെ ജഗദീശ്വരനും എൻ്റെ മാതാപിതാക്കളുടെ ജന്മവും എപ്പോഴും സ്മരിക്കുന്നു. ഒപ്പം എൻ്റെ ഓഡിയൻസിൻ്റെ സ്നേഹവും എൻ്റെ നാട്ടുകാരുടെ സ്നേഹവും സ്നേഹാദരങ്ങളുടെ എല്ലാവർക്കും ഈ വനിതാ ദിനത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. തീർച്ചയായിട്ടും ഗ്ലോബൽ മീഡിയയുടെയും ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ ചേച്ചിക്ക് കഴിയട്ടെ. നമ്മുടെ കേരളക്കരയുടെ ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും എല്ലാ പ്രേക്ഷകരുടെയും എല്ലാം ഒരു റെപ്രസെൻറ്റേറ്റീവായി ഞാനും ചേച്ചിക്ക് ഒരിക്കൽ കൂടി ഈ വനിതാ ദിനത്തിൽ ഇതുപോലെ കഷ്ടപ്പാടിലൂടെ ഇത്രയും ഉയരങ്ങൾ കീഴടക്കിയ ഇനി ഒരുപാട് ഉയരം കീഴടക്കട്ടെ. ചേച്ചിക്ക് ഈ വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കുമായി, ലോകത്തുള്ള അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കുമായി ഇതൊരു മാതൃകയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഗ്ലോബൽ മീഡിയയുടെയും ലോക വനിതാ ദിന ആശംസകൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു. ഒരു കാര്യം കൂടി, OTTയിൽ എത്തിയിട്ടുണ്ട് കുടുംബസ്ഥൻ. എല്ലാവരും കാണണം. ജയകെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം. കണ്ടിട്ട് അഭിപ്രായങ്ങളെ നമ്പറുള്ളവരെ ആരോടേലും വാങ്ങിച്ചായാലും എന്നെ അറിയിക്കണം. തീർച്ചയായിട്ടും ചേച്ചിയുടെ നമ്പർ, ഡീറ്റെയിൽസ് ഒക്കെ, സിനിമയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഗ്ലോബൽ മീഡിയയിൽ നൽകാം. ഓക്കെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഇന്റർവ്യൂയുടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളുമായിട്ട് തീർച്ചയായും താങ്ക് യു പ്രസാദ് സാറേ. ഗ്ലോബൽ താങ്ക് യു സോ മച്ച്.